ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. അപ്പോൾ നമ്മൾ ഇതിൽ മുൻപ് എടുത്തിട്ടുണ്ടായിരുന്ന എന്തായിരുന്നു? ജനാധിപത്യത്തെക്കുറിച്ചെടുത്തു, അതുപോലെ പഞ്ചായത്തിനെയും കുറിച്ചെടുത്തു, പഞ്ചായത്ത് രാജിനെയും കുറിച്ചെടുത്തു. അതുമായി ബന്ധപ്പെട്ട് വന്ന കമ്മിറ്റികളെ കുറിച്ചെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ഏതൊക്കെ കമ്മിറ്റികളെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്? ആദ്യം പഞ്ചായത്ത് രാജ്, അതിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണെന്ന് പറഞ്ഞത് നമ്മൾ ബൽവത് റായ് മേത്തയാണെന്ന് പറഞ്ഞു. അതായിരുന്നു ആദ്യമായി വന്ന കമ്മിറ്റി എന്ന് പറഞ്ഞു അല്ലേ? അതിനുശേഷം അശോക് മേത്ത കമ്മിറ്റിയെ കുറിച്ചിട്ട് പറഞ്ഞു. പിന്നീട് GVK റാവു, LM സിംഗ്വി, അതുപോലെ തുങ്കൻ കമ്മിറ്റി, അവസാനമായി വന്ന ഗാഡ്ഗിൽ കമ്മിറ്റി എന്നീ കമ്മിറ്റിയെ കുറിച്ച് പറഞ്ഞു. ഇത് രാജീവ് ഗാന്ധിയുടെ കാലത്ത് തുടങ്ങിയതായിരുന്നു. ഈ എന്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്? പഞ്ചായത്ത് രാജ് വേണം എന്നുള്ളത് രാജീവ് ഗാന്ധിയുടെ കാലത്ത് തൊട്ടിട്ട് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ കൂടി അത് ആരുടെ കാലത്തിലാണ് അത് നിയമമായത് എന്നാണ് നമ്മൾ പറഞ്ഞത്? അത് നരസിംഹറാവുയുടെ കാലത്താണ് അത് നിയമമായത്. കാരണം ഓരോ തവണയും അതിനെ എതിർത്തുകൊണ്ട് ആൾക്കാർ പ്രതിപക്ഷം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് നമ്മുടെ നരസിംഹറാവുയുടെ ഗവൺമെൻറ് എത്തിയപ്പോഴേക്കും അതിൽ വിവാദമായ ഭാഗങ്ങളെല്ലാം എടുത്തു മാറ്റിക്കൊണ്ടാണ് അവരെന്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്? പഞ്ചായത്ത് രാജ് കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ തുടക്കം മുതൽ അവസാനം വരെ വന്ന കമ്മിറ്റിയിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഉൾക്കൊണ്ടിട്ടാണ് അവസാനം വന്ന ഗാഡ്ഗിൽ കമ്മിറ്റിയിലെ റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് അല്ലേ? അതിൽ പ്രധാനമായും പറഞ്ഞത് എന്താണ്? പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകണം എന്ന് പറഞ്ഞു. അതുപോലെ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളുടെ പഞ്ചായത്ത് രാജിൻ്റെ ത്രിതല സംവിധാനം കൊണ്ടുവരണം എന്ന് പറഞ്ഞു. കാലാവധി 5 വർഷമാണെന്ന് പറഞ്ഞു. അത് നമ്മൾ നേരത്തെ തന്നെ 5 വർഷം എന്നുള്ളത് തുങ്കൻ കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാലാവധി 5 വർഷം ആക്കണം എന്നുള്ളതെല്ലാം. അതുപോലെ ഒരാൾ ത്രിതല കമ്മിറ്റിയെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ആരാണ് ത്രിതല കമ്മിറ്റിയെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ബൽവത് റായ് മേത്തയാണ് ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ദ്വിതല പഞ്ചായത്ത് സംവിധാനം കൊണ്ടുവരണം എന്ന് പറഞ്ഞത് ആരായിരുന്നു? അത് അശോക് മേത്ത കമ്മിറ്റി ആയിരുന്നു. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക. ഓക്കെ, നമുക്കിനി നമ്മുടെ 1992 73-ാം ഭേദഗതി നിയമത്തിലേക്ക് പോവാം. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ഭരണം മാറി മാറി വന്നിട്ട് അവസാനം PV നരസിംഹറാവുവിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് സർക്കാർ ഭരിക്കുമ്പോഴാണ് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകുന്ന കാര്യം വീണ്ടും അവരെന്ത് ചെയ്തത്? ഒരിക്കൽ കൂടി പരിഗണിക്കുകയും ഉണ്ടായത്. അതിനുശേഷം അതിൽ വിവാദപരമായ ഭാഗങ്ങളെല്ലാം അവരെന്ത് ചെയ്തു? നീക്കം ചെയ്തു. പിന്നീട് ബിൽ സമൂലമായി പരിഷ്കരിക്കുകയും 1991 സെപ്റ്റംബറിൽ ലോക്സഭയിൽ അതൊരു ഭരണഘടനാ ഭേദഗതി ബില്ലായി അവതരിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. അപ്പോഴാണ് 1991 സെപ്റ്റംബറിലാണ്. അതിനുശേഷം ഈ ബില്ല് 1992 73-ാം ഭരണഘടനാ ഭേദഗതി നിയമമായി പാർലമെന്റ് പാസ്സാക്കുകയും ചെയ്തു. അപ്പോൾ 1991 സെപ്റ്റംബറിൽ അവർ ലോക്സഭയിൽ അവതരിപ്പിച്ചു. 1992 73-ാം ഭരണഘടനാ ഭേദഗതി നിയമമായി പാർലമെന്റ് പാസ്സാക്കുകയും ചെയ്തു. തുടർന്നതിന് ശേഷം നമുക്കറിയാം, ഒരു ബില്ല് പാസ്സാക്കുമ്പോൾ അവസാനം ആര് ഒപ്പുവെക്കണം എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? രാഷ്ട്രപതി ഒപ്പുവെക്കണം അല്ലേ? തുടർന്ന് രാഷ്ട്രപതിയുടെ അനുവാദം ലഭിക്കുകയും 1993 ഏപ്രിൽ 24-ന് പ്രാബല്യത്തിൽ വരികയും ചെയ്തു. എപ്പോഴാണ്? 1993 ഏപ്രിൽ 24-നാണ് പഞ്ചായത്ത് രാജ് പ്രാബല്യത്തിൽ വന്നത്. ഇനി 1992 73-ാം ഭേദഗതി നിയമത്തിൽ എന്തെല്ലാമാണ് മുന്നോട്ട് അവർ വെച്ചത് എന്ന് നോക്കാം അല്ലേ? ഈ ഭേദഗതി നിയമത്തിലൂടെ ഒരു പുതിയ ഭാഗം തന്നെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു പുതിയ ഭാഗം 9 കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അപ്പോൾ നമുക്കറിയാം, ഭാഗം 9 എന്താണ്? പഞ്ചായത്ത് രാജുകളെ കുറിച്ച് പറയുന്നതാണ് അല്ലേ? അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു പുതിയ ഭാഗം തന്നെ ഈ 73-ാം ഭേദഗതി നിയമത്തിലൂടെ കൂട്ടിച്ചേർത്തു. അപ്പോൾ പഞ്ചായത്ത് രാജ് പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കുന്ന 2 കാര്യം. ഒന്ന്, ഭേദഗതി എത്രാം ഭേദഗതിയാണ്? 73-ാം ഭേദഗതിയാണ്. രണ്ടാമത്, ഭാഗം എത്രാം ഭാഗമാണ്? 9-ാം ഭാഗമാണ്. അതിന് എങ്ങനെ പേര് നൽകി? പഞ്ചായത്തുകൾ എന്ന് നാമകരണം നൽകുകയും ചെയ്തു. അതുകൂടെ കുറച്ച് ആർട്ടിക്കിളുകൾ കൂടി കൂട്ടിച്ചേർത്തു. ആർട്ടിക്കിൾ 243 മുതൽ 243 വരെയാണ്. 243 വരെ ഉള്ള ആർട്ടിക്കിളുകളും അതിലവർ കൂട്ടിച്ചേർത്തു. ഭാഗം 9 പഞ്ചായത്തുകൾ എന്ന പേര് നൽകി 243 മുതൽ 243 വരെയുള്ള ആർട്ടിക്കിളുകളും അതിൽ കൂട്ടിച്ചേർത്തു. ഇത് കൂടാതെ
ഒരു ഷെഡ്യൂള് കൂടി അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഭേദഗതി നിയമത്തിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭാഗം 9 അതുപോലെ 11 ഷെഡ്യൂളും പുതിയതായി ചേർത്തു. ഈ ഷെഡ്യൂളിൽ പഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട 29 വ്യവസ്ഥകളാണ് അടങ്ങിയിട്ടുള്ളത്. എത്ര വ്യവസ്ഥകളാണ്? 29 വ്യവസ്ഥകളാണ് അടങ്ങിയിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുന്നതിനും അവയ്ക്ക് സ്വയം ഭരണാധികാരം നൽകുന്നതിനും രാഷ്ട്രം നടപടിയെടുക്കണമെന്ന നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗമായ ഭരണഘടനയുടെ 40-ാം അനുച്ഛേദത്തിന് ഈ നിയമം പ്രായോഗിക രൂപം നൽകി. ഓൾറെഡി നമ്മൾ പറഞ്ഞു പഞ്ചായത്ത് രാജ് എന്നുള്ള ഒരു ടോപ്പിക്ക് വന്നു. എപ്പോൾ? ഭരണഘടനാ നിർമ്മാണ സഭയിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ കുറേ പേര് അതിനെ അനുകൂലിച്ചു, കുറേ പേര് എതിർത്തു. അതിൽ മുഖ്യമായ ഒരാളായിരുന്നു BR അംബേദ്കർ എന്ന് നമ്മൾ പറഞ്ഞു. അവസാനം ഈ എതിർപ്പുകളും എല്ലാം കൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു, ഒരു ചെറിയൊരു വാക്കായി തന്നെ അതിനെ നിർദ്ദേശ തത്വങ്ങളിൽ ഒതുക്കിയിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അതാണ് ഇപ്പോൾ പറഞ്ഞത്. ഈ ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുന്നതിനും അവയ്ക്ക് സ്വയംഭരണാധികാരം നൽകുന്നതിനും രാഷ്ട്രം നടപടിയെടുക്കണമെന്ന നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗമായ, നമ്മൾ ഓൾറെഡി നിർദ്ദേശക തത്വങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞു, ആ നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗമായ ഭരണഘടനയുടെ 40-ാം അനുച്ഛേദത്തിന് 40-ാം ആർട്ടിക്കിളിന് ഈ നിയമം പ്രായോഗിക രൂപം നൽകിയിട്ടുണ്ട്. പ്രായോഗികമായ ഒരു രൂപം നൽകുകയുണ്ടായി. പേരിൽ മാത്രം നിന്നിട്ടുണ്ടായിരുന്നതിന് അവരൊരു പ്രായോഗിക രൂപം നൽകി. അപ്പം ഈ ഭേദഗതി നിയമം എന്ത് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്? പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടന പദവി നൽകുകയുണ്ടായി. ഈ നിയമങ്ങളിലെ വ്യവസ്ഥകൾക്കനുസൃതമായിട്ട് പുതിയ പഞ്ചായത്ത് രാജ് സംവിധാനം സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് ഭരണഘടനാപരമായ ഒരു ബാധ്യതയുമുണ്ട് എന്ന് എന്ത് പറയുന്നു? ഈ ഭേദഗതി നിയമം പറയുന്നു. രാജ്യത്തെ അടിസ്ഥാന ജനാധിപത്യ സ്ഥാപനങ്ങളുടെ പരിണാമത്തിലെ സുപ്രധാന നാഴികക്കല്ലും പ്രാതിനിധ്യ ജനാധിപത്യത്തിൽ നിന്ന് പങ്കാളിത്ത ജനാധിപത്യത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പും കൂടിയായിരുന്നു ഈ ഭേദഗതി നിയമം എന്ന് പറയുന്നത്. രാജ്യത്തിലെ അടിസ്ഥാന ജനാധിപത്യ സ്ഥാപനങ്ങളുടെ പരിണാമത്തിലേക്കുള്ള ഒരു സുപ്രധാന നാഴികക്കല്ലാണ് ഈ 73-ാം ഭേദഗതി എന്ന് പറയുന്നത്. പ്രാതിനിധ്യ ജനാധിപത്യത്തിൽ നിന്ന് പങ്കാളിത്ത ജനാധിപത്യത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പും കൂടിയായിരുന്നു ഈ ഭേദഗതി നിയമം. ഈ പ്രാതിനിധ്യ ജനാധിപത്യം, പങ്കാളിത്ത ജനാധിപത്യം പറയുമ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് അല്ലേ. എന്താണ് പ്രാതിനിധ്യ ജനാധിപത്യം, എന്താണ് പങ്കാളിത്ത ജനാധിപത്യം? അത് നമുക്ക് ഈ ടെക്സ്റ്റിൽ തന്നെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രാതിനിധ്യ ജനാധിപത്യം എന്നാൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ജനാധിപത്യ രീതിയാണ് ഈ പ്രാതിനിധ്യ ജനാധിപത്യം അല്ലെങ്കിൽ പരോക്ഷ ജനാധിപത്യം എന്ന് പറയുന്നത്. ഇന്ത്യയെ പോലെ ജനസംഖ്യയും ഭൂവിസ്തൃതിയും കൂടിയ രാജ്യങ്ങളിൽ പ്രാതിനിധ്യ ജനാധിപത്യമാണ് പ്രായോഗികമായിട്ടുള്ളത്. അപ്പോൾ ഈ പ്രാതിനിധ്യ ജനാധിപത്യത്തിൽ നിന്ന് പങ്കാളിത്ത ജനാധിപത്യത്തിലേക്ക്, അതായത് പ്രത്യക്ഷ ജനാധിപത്യത്തിലേക്ക് എത്തിയെന്ന് പറഞ്ഞു. ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളിയാകുന്ന ഭരണവ്യവസ്ഥയാണ് പങ്കാളിത്ത ജനാധിപത്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം. താരതമ്യേന ജനസംഖ്യയും ഭൂവിസ്തൃതിയും കുറഞ്ഞ പ്രദേശങ്ങളിലാണ് പ്രത്യക്ഷ ജനാധിപത്യം ഉള്ളത്. നമ്മൾ ഈ പഞ്ചായത്ത് രാജായിട്ട് തരംതിരിക്കുമ്പോൾ ചെറിയ ചെറിയ ഭൂപ്രദേശങ്ങളായി മാറും അല്ലേ. മൊത്തത്തിൽ നമുക്കൊരു ഭരണവ്യവസ്ഥ ഉണ്ടെങ്കിൽ കൂടി ചെറിയ ചെറിയ ഭൂപ്രദേശങ്ങളായിട്ട് നമ്മൾ ഈ പഞ്ചായത്ത് രാജിനെ തരംതിരിക്കുമ്പോൾ നമുക്ക് ജനങ്ങൾക്ക് കൂടി എന്ത് ചെയ്യാൻ പറ്റും? നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളിയാകാൻ പറ്റും. ഈ ഗ്രാമസഭകളൊക്കെ എടുക്കുമ്പോൾ നമ്മളെ എല്ലാ വോട്ടർമാരും അതിൽ എന്താണ്? പങ്കാളികളാണ് അല്ലേ. അതുപോലെ പങ്കാളികളാവാൻ കഴിയും എന്നതും എന്തിൻ്റെ ഒരു പ്രത്യേകതയാണ്? ഈ 73-ാം ഭേദഗതി നിയമത്തിന്റെ പ്രത്യേകതയാണ്. അപ്പോൾ വേറൊരു പ്രത്യേകത ചോദിച്ചാൽ ഈ പ്രാതിനിധ്യ ജനാധിപത്യത്തിൽ നിന്ന് പങ്കാളിത്ത ജനാധിപത്യത്തിലേക്ക് എത്തി. അതുപോലെ തന്നെ ഗാന്ധിയൻ ആശയങ്ങളുടെ ഭാഗമായ രാജ്യത്തെ താഴേക്കിടയിലുള്ള ജനാധിപത്യം പ്രായോഗികവൽക്കരിക്കുക എന്നത് തീർച്ചയായിട്ടും വിപ്ലവമായ ഒരു തീരുമാനമാണ്. ഗാന്ധിജി എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നമ്മൾ ജനാധിപത്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം അതിന് കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്നതാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് മഹാത്മാഗാന്ധി ഗ്രാമങ്ങളിലേക്ക് ചെല്ലാനും അവരുമായിട്ടുള്ള താഴേക്കടയിലുള്ള ജനാധിപത്യത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ തന്നെ ഗാന്ധി ആശയങ്ങൾ വന്നപ്പോൾ പഞ്ചായത്ത് രാജ് എന്നുള്ള ഒരു ടോപ്പിക്കിനെ പലരും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? ഗാന്ധിയൻ ആശയങ്ങളുടെ ഭാഗം കൂടി കണക്കിലെടുത്തിട്ടാണ് പലരും എന്ത് ചെയ്തത്? ഈ പഞ്ചായത്ത് രാജിനെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ
സപ്പോർട്ട് ചെയ്യുകയുണ്ടായത്. ഇനി എന്താണ് ഈ പഞ്ചായത്ത് രാജിന്റെ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ്? പഞ്ചായത്ത് രാജിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ അല്ല, ഏറ്റവും താഴെത്തട്ട് നമ്മൾ എന്തുണ്ട് എന്ന് പറഞ്ഞു? ഗ്രാമസഭയുണ്ട് എന്ന് പറഞ്ഞു അല്ലെ. ഏറ്റവും അടിസ്ഥാനമായ ഒരു ഘടകമാണ് എന്തെന്ന് പറയുന്നത്? ഗ്രാമസഭ എന്ന് പറയുന്നത്. ഒരു പഞ്ചായത്തിന്റെ പരിധിയിൽ പെടുന്ന ആ ഗ്രാമത്തിലുള്ള എല്ലാ വോട്ടർമാരും അല്ലെങ്കിൽ ആ വോട്ടർ പട്ടികയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ വോട്ടർമാരും എല്ലാ വ്യക്തികളും എന്താണ്? ഈ ഗ്രാമസഭയിലെ അംഗങ്ങളാണ്. അതുപോലെ സംസ്ഥാന നിയമസഭ നിർണ്ണയിക്കുന്ന ഗ്രാമതലത്തിലുള്ള അധികാരങ്ങൾ പ്രയോഗിക്കുന്നതിനും അത്തരം പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിനും ഗ്രാമസഭയ്ക്ക് അധികാരവും ഇത് നൽകുന്നുണ്ട്. സംസ്ഥാന നിയമസഭ നിർണ്ണയിക്കുന്ന ഗ്രാമതലത്തിലുള്ള അധികാരങ്ങൾ പ്രയോഗിക്കുന്നതിനും അതുപോലെ അത്തരം പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിനും ഗ്രാമസഭയ്ക്ക് അധികാരം നൽകുന്നു. ഗ്രാമസഭയ്ക്ക് നൽകുന്ന അധികാരമാണ്. അതിനുശേഷം നമ്മൾ ഒരു ത്രിതല സംവിധാനത്തെ കുറിച്ച് പറഞ്ഞു. ബൽവത് റായ് മേത്തയാണ് ഫസ്റ്റ് ത്രിതല സംവിധാനം മുന്നോട്ട് വെച്ചത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഗ്രാമം, ഇടത്തരം, ജില്ലാതലം എന്നിങ്ങനെയാണ് ത്രിതല സംവിധാനം, ത്രിതല പഞ്ചായത്ത് സംവിധാനം എന്ന് പറയുന്നത്. ഈ നിയമം രാജ്യത്തിലെ ഉടനീളം ഒരു ഏകീകൃതമായിട്ടുള്ള ഒരു സ്വഭാവം കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാലും ഈ എല്ലാവിടെയുള്ള ജനസംഖ്യ എന്ന് പറയുന്നത് ഒരുപോലെ ആയിരിക്കില്ല. അപ്പോൾ ഈ 20 ലക്ഷത്തിൽ കുറഞ്ഞ ജനസംഖ്യയുള്ള ഒരു സംസ്ഥാനം ഇടത്തരം പഞ്ചായത്തുകൾ എന്നുള്ള ഒരു ഓപ്ഷൻ അവർക്ക് അവിടെ വെക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു നമ്മൾ പറഞ്ഞു ഗ്രാമം, ഇടത്തരം, ജില്ലാതലം. അതിൽ ഇടത്തരം എന്നത് വെക്കേണ്ടതില്ല. ഈ പഞ്ചായത്ത് രാജിന്റെ സവിശേഷതകൾ പറയുമ്പോൾ തന്നെ എല്ലാവരും ഈ ത്രിതല സംവിധാനമല്ല, ചിലർ ദ്വിതലമായിട്ടും ചിലവർ 4ആയിട്ടും അല്ല 4 തരമായിട്ടും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പഞ്ചായത്ത് രാജിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇവരെ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കാം? ജനങ്ങൾ നേരിട്ടിട്ടായിരിക്കും. നമ്മൾ പറഞ്ഞു പ്രത്യക്ഷം, അതായത് പരോക്ഷ തെരഞ്ഞെടുപ്പിൽ നിന്നും നമ്മൾ എവിടേക്ക് എത്തി എന്നാണ് പറഞ്ഞത്? പങ്കാളിത്ത ജനാധിപത്യത്തിലേക്ക് എത്തി എന്ന് പറഞ്ഞോലെ. അപ്പൊ അവരെ നേരിട്ടിട്ട് ആര് തെരഞ്ഞെടുക്കും? ജനങ്ങൾ തെരഞ്ഞെടുക്കും. ഇടത്തര ജില്ലാ തലങ്ങളിലേക്കുള്ള പഞ്ചായത്തുകളിലെ അധ്യക്ഷന്മാരെ അവരെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്കിടയിൽ നിന്നും പരോക്ഷമായി തെരഞ്ഞെടുക്കപ്പെടുന്നുവെങ്കിലും ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷന്മാരെ തെരഞ്ഞെടുക്കുന്നത് സംസ്ഥാന നിയമസഭ നിശ്ചയിക്കുന്ന രീതിയിലായിരിക്കും. നേരിട്ടോ അല്ലാതെയോ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പഞ്ചായത്തിന്റെ ചെയർപേഴ്സണും പഞ്ചായത്തിലെ മറ്റ് അംഗങ്ങളും പഞ്ചായത്ത് യോഗങ്ങളിൽ വോട്ട് ചെയ്യാൻ അവകാശം ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഇടത്തര ജില്ലാ തലത്തിലേക്കുള്ള പഞ്ചായത്തിലെ അധ്യക്ഷന്മാരെ എങ്ങനെയാണ് തെരഞ്ഞെടുക്കുക? അവയിൽ ഓൾറെഡി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളിൽ നിന്നും പരോക്ഷമായിട്ടാണ് ഇവരെ തെരഞ്ഞെടുക്കുക. എന്നാൽ ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷന്മാരെ തെരഞ്ഞെടുക്കുന്നതോ സംസ്ഥാന നിയമസഭ നിശ്ചയിക്കുന്ന രീതിയിലും ആയിരിക്കും. ഇവർക്ക് സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ 3 തലത്തിലുള്ള എല്ലാ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് അവരുടെ ജനസംഖ്യാനുപാതികമായി സീറ്റുകൾ സംവരണം ചെയ്യാൻ 73ാം ഭേദഗതി, നമ്മുടെ ഈ പഞ്ചായത്ത് രാജ് ഭേദഗതി നിയമം അനുശാസിക്കുന്നുണ്ട്. SC/STക്കാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? സീറ്റ് സംവരണം നൽകുന്നുണ്ട്. അതുപോലെ 3 തലങ്ങളിലും അധ്യക്ഷ സീറ്റുകളിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തുന്നതിനായി സംസ്ഥാന നിയമസഭകൾക്ക് വ്യവസ്ഥ ചെയ്യാനും കഴിയും. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്യപ്പെട്ട സീറ്റുകളിൽ ആ വിഭാഗങ്ങളിലെ സ്ത്രീകൾ ഉൾപ്പെടെ സ്ത്രീകൾക്കായി മൊത്തം സീറ്റുകളുടെ 1/3 കുറയാത്ത സംവരണം ഏർപ്പെടുത്തുന്നതിനായി ഈ ആക്ട് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്ത്രീകൾക്ക് 1/3 കുറയാത്ത സംവരണം ഏർപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 3 തലങ്ങളിലും അധ്യക്ഷ സീറ്റുകളിലേക്ക് 1/3 കുറയാത്ത സ്ത്രീകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു. അപ്പോൾ അധ്യക്ഷ സീറ്റിലും സ്ത്രീകൾക്കായി അവിടെ 1/3 കുറയാതെ സംവരണം ചെയ്തിട്ടുണ്ട്. പിന്നോക്ക വിഭാഗങ്ങൾക്ക് അനുകൂലമായി ഏതെങ്കിലും പഞ്ചായത്തിലോ അധ്യക്ഷ സ്ഥാനങ്ങളിലോ സീറ്റ് സംവരണപ്പെടുത്തുന്നതിന് ആവശ്യമായ വ്യവസ്ഥകൾ രൂപപ്പെടുത്താൻ സംസ്ഥാന നിയമസഭയെ ഈ നിയമം അധികാരപ്പെടുത്തുന്നു. പിന്നെ ഓൾറെഡി നമ്മൾ പറഞ്ഞു പഞ്ചായത്തുകളുടെ കാലാവധി എന്ന് പറയുന്നത് എത്രയാണെന്നാ പറഞ്ഞത്? 5 വർഷമാണ് പഞ്ചായത്തിന്റെ കാലാവധി എന്ന് പറഞ്ഞു അല്ലേ. പക്ഷെ എങ്ങനെയാണ്? മറ്റ് നമ്മുടെ രാഷ്ട്രീയം പോലൊക്കെ തന്നെയാണ് ഈ പരാമർശിക്കപ്പെട്ട കാലാവധി പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ പഞ്ചായത്തുകളെ എന്ത് ചെയ്യപ്പെടാൻ പറ്റും? പിരിച്ചു വിടാവുന്നതുമാണ്. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് കാലാവധി പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ പ്രസ്താവിക്കപ്പെട്ട 5 വർഷത്തെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് എന്ത് ചെയ്യണം? പൂർത്തീകരിക്കുകയും വേണം. ഇനി പിരിച്ചുവിടുന്ന സാഹചര്യത്തിലാണെങ്കിലോ
അത് പിരിച്ചുവിട്ട തീയതി മുതൽ 6 മാസത്തെ കാലയളവ് അവസാനിക്കുന്നതിന് മുമ്പ് പഞ്ചായത്ത് രൂപീകരിക്കുന്നതിനുള്ള പുതിയ തെരഞ്ഞെടുപ്പും നടത്തണം. ഇനിയിപ്പോൾ പിരിച്ചുവിട്ട പഞ്ചായത്ത് തന്നെ അധികാരത്തിൽ തുടരണമെങ്കിൽ ശേഷിക്കുന്ന കാലയളവ് 6 മാസത്തിൽ കുറവാണെങ്കിൽ അത്തരം കാലയളവിലേക്ക് പുതിയ പഞ്ചായത്ത് രൂപീകരിക്കുന്നതിന് ഒരു തെരഞ്ഞെടുപ്പും നടത്തേണ്ട ആവശ്യവും ഇല്ല. ഇനിയിപ്പോൾ നമ്മൾ പിരിച്ചു വിട്ടു എന്നിട്ട് പുതിയ തെരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്തു, അവർ അധികാരത്തിൽ വരികയും ചെയ്തു. അങ്ങനെ പുതുതായി അധികാരത്തിൽ വന്ന പഞ്ചായത്ത് 5 വർഷം മുഴുവൻ കാലാവധി ലഭിക്കുന്നതിന് പകരം പിരിച്ചുവിട്ട പഞ്ചായത്തിന്റെ ശേഷിക്കുന്ന കാലയളവിലേക്കുള്ള കാലാവധി മാത്രമേ ആർക്ക് ലഭിക്കുള്ളൂ? ഈ പുതുതായി വന്നത്. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു 5 വർഷത്തെ കാലാവധി അവർക്കുണ്ട്. ഇനിയിപ്പോൾ 5 വർഷത്തിനുള്ളിൽ അവർക്ക് പിരിച്ചുവിട്ടിട്ട് അവർക്ക് പിരിച്ചുവിട്ട് എന്ത് ചെയ്യണം? പുതിയ തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ പഞ്ചായത്ത് വരണം. ആ പഞ്ചായത്തിന് അവർ പിരിച്ചുവിട്ട കാലാവധി മുതൽ അവരുടെ കാലാവധി ഒരു 5 വർഷ കാലം ഉണ്ടല്ലോ, അതുവരെ മാത്രമേ അവർക്ക് എന്തുള്ളൂ? ഭരണം ഉള്ളൂ. ഇനി അവരെങ്ങനെയെല്ലാം അയോഗ്യരാക്കപ്പെടാം? ഇനി ഏതെങ്കിലും സംസ്ഥാനം, നമ്മൾ ഏത് സംസ്ഥാനമാണ് ആ സംസ്ഥാനത്തിലെ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിനായി നിലവിലുള്ള ഏതെങ്കിലും നിയമപ്രകാരമോ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിനായി നിലവിലുള്ള ഏതെങ്കിലും നിയമപ്രകാരമോ അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭ ഉണ്ടാക്കിയ ഏതെങ്കിലും നിയമപ്രകാരമോ അയോഗ്യനാക്കപ്പെട്ട സാഹചര്യത്തിൽ ഒരു വ്യക്തിയെ പഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെടുന്നതിനും അംഗമായിരിക്കുന്നതിനും അയോഗ്യത കൽപ്പിക്കാൻ കഴിയും. ഇനിയിപ്പോൾ ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് കാലാവധിയല്ല, ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാനുള്ള പ്രായം എത്രയാണ്? 21 കേട്ടോ. നിയമസഭാംഗമാവുന്നതിന് കാലാവധി 25 നമുക്കറിയാം. അതുപോലെ ഓരോന്നിനും കാലാവധി ഉണ്ട് അല്ലേ. അതുപോലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എത്രയാണ് കാലാവധി? 21 വയസ്സാണ്. നമുക്ക് വോട്ട് ചെയ്യാൻ എത്രയാണ് വയസ്സ്? 18 വയസ്സാണ് അല്ലെ. 18 വയസ്സായ നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ 21 വയസ്സായ നമുക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ കഴിയും. ഇനി ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് മത്സരം നടക്കുമ്പോൾ അവിടെയുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കാനും ഈ പഞ്ചായത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളുടെ നടപടി, മേൽനോട്ടം, നിയന്ത്രണം എന്നിവയെല്ലാം നോക്കുന്നത് ആരായിരിക്കും? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരിക്കുക. ആരായിരിക്കുക? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരിക്കുക. ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ് അല്ലെ നിയമിക്കുന്നത്. അദ്ദേഹത്തിന്റെ സേവന വ്യവസ്ഥയും കാലാവധിയും ഗവർണറാണ് നിശ്ചയിക്കുന്നതും. കമ്മീഷണറായി നിയമിക്കുന്നതും അവരുടെ സേവന വ്യവസ്ഥ, കാലാവധി എന്നിവയും നിശ്ചയിക്കുന്ന ആരാണ്? ഗവർണറാണ്. ഈ പഞ്ചായത്തുകളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും സംസ്ഥാന നിയമസഭയ്ക്ക് വ്യവസ്ഥകൾ നിർമ്മിക്കാനും കഴിയും. ഇനി ഇവരുടെ അധികാരം എന്തൊക്കെയാണ്? നികുതി, തീരുവകൾ, ടോള്, ഫീസ് എന്നിവ ഈടാക്കുന്നതിനും അതുപോലെ ശേഖരിക്കുന്നതിനും ഉചിതമായി നൽകുന്നതിനും ഒരു പഞ്ചായത്തിനെ അധികാരപ്പെടുത്തുക. അതുപോലെ സംസ്ഥാന സർക്കാർ ഈടാക്കുകയും പിടിച്ചെടുക്കുകയും ചെയ്യുന്ന നികുതികളും തീരുവകളും ടോളും ഫീസും ഒരു പഞ്ചായത്തിന് ഏൽപ്പിക്കുക. സംസ്ഥാനത്തെ ഏകീകൃത ഫണ്ടിൽ നിന്നും പഞ്ചായത്തുകൾക്ക് ധനസഹായങ്ങൾ നൽകാൻ വ്യവസ്ഥ ചെയ്യുക. പഞ്ചായത്തുകളുടെ വായ്പകൾ നൽകുന്നതിനായുള്ള ഫണ്ടുകളുടെ രൂപീകരണത്തിന് വ്യവസ്ഥ ചെയ്യുക തുടങ്ങിയവയാണ് സംസ്ഥാന നിയമസഭയ്ക്ക് സാമ്പത്തികപരമായി ആർക്ക് ചെയ്യാൻ കഴിയുന്നത്? പഞ്ചായത്തിന് ചെയ്യാൻ കഴിയുന്നത്. ഇനി ഈ പഞ്ചായത്തുകളുടെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവർണർ എന്ത് ചെയ്യും? ഓരോ 5 വർഷത്തിലും സംസ്ഥാന ഗവർണർ ഒരു ധനകാര്യ കമ്മീഷനെ നിയമിക്കുകയും ചെയ്യാറുണ്ട്. ഇനി ഇവരുടെ ഓഡിറ്റിംഗ് എല്ലാം അത് സംബന്ധിച്ചിട്ടുള്ള വ്യവസ്ഥകളെല്ലാം സംസ്ഥാന നിയമസഭകൾക്ക് ആണ് ഉള്ളത്. ഇവരുടെ ഓഡിറ്റുകൾ എങ്ങനെ വേണം, അക്കൗണ്ട് പരിശോധിക്കലും എല്ലാം വ്യവസ്ഥകൾ, അതിനെക്കുറിച്ചിട്ടുള്ള എല്ലാ വ്യവസ്ഥകളും ഉണ്ടാക്കുന്നത് ആരാണ്? സംസ്ഥാന നിയമസഭയാണ്. നമ്മൾ പറഞ്ഞു 1993 ഏപ്രിൽ 24 എന്ത് വന്നത് എന്ന് പറഞ്ഞു? പഞ്ചായത്ത് രാജ് വന്നത് എന്ന് പറഞ്ഞു അല്ലേ. ഈ പഞ്ചായത്ത് രാജ് എന്ത് ചെയ്തു? ഇത് നിയമം വന്നതിന് ശേഷം 1 വർഷത്തിനുള്ളിൽ തന്നെ ഒരുവിധം എല്ലാ സംസ്ഥാനങ്ങളും എന്ത് ചെയ്തു? പഞ്ചായത്ത് രാജ് രൂപീകരിക്കുകയും നിയമങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ ഈ പഞ്ചായത്ത് രാജിൽ നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ ഗ്രാമസഭ രൂപീകരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞോട്ടെ. അതിൻ്റെ പ്രത്യേകതയിൽ ഒന്നാണ് ഗ്രാമസഭ രൂപീകരിക്കുക എന്ന് പറയുന്നത്. അതുപോലെ ഗ്രാമ ഇടത്തര ജില്ലാതലത്തിലുള്ള പഞ്ചായത്തുകൾ സ്ഥാപിക്കുക. അതുപോലെ ഗ്രാമ ഇടത്തര ജില്ലാതലത്തിലുള്ള പഞ്ചായത്തുകളിലെ എല്ലാ സീറ്റിലേക്കും നേരിട്ട് തെരഞ്ഞെടുപ്പ് നടത്തുക. അതിനുശേഷം ഈ നേരിട്ടുള്ള തെരഞ്ഞെടുപ്പ് ശേഷം അധ്യക്ഷ സ്ഥാനത്തിലേക്ക് പരോക്ഷമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടത്തുക. അതുപോലെ
പ്രത്യക്ഷമായോ പരോക്ഷമായോ തിരഞ്ഞെടുക്കപ്പെട്ട അത്തരമൊരു പഞ്ചായത്തിലെ ചെയർപേഴ്സന്റെയും മറ്റ് അംഗങ്ങളുടെയും വോട്ടവകാശത്തെക്കുറിച്ച് പറയുന്നു. പിന്നെ ഇതിലേക്ക് 21 വയസ്സാവണം ഇത് എന്ത് ചെയ്യാൻ, തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ എന്ന് പറയുന്നു. പിന്നെ അവിടെ പട്ടികജാതി, അതൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്ക് സംവരണം നൽകണം എന്ന് പറഞ്ഞു. 1/3 കുറയാതെ സ്ത്രീകൾക്ക് സംവരണം ഉണ്ടായിരിക്കണം പറഞ്ഞു. 5 വർഷമായിരിക്കണം അവരുടെ കാലാവധി എന്ന് പറഞ്ഞു. 5 വർഷത്തിൻ്റെ ഇടയിൽ പിന്നെ പിരിച്ചുവിട്ടാൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണം. ആ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് അവിടുന്ന് തുടങ്ങുന്ന തൊട്ട് 5 വർഷം വരെ, അതായത് ഓൾറെഡി ഭരിച്ചുകൊണ്ടിരിക്കുന്ന 5 വർഷം ഇവരുടെ ഇടയിൽ കയറിയതാണെങ്കിലും ആ കാലാവധി തീരുന്നതോടെ ഇവരുടെ എന്ത് തീരും, അവരുടെ ഭരണം തീർന്ന് പുതിയ പഞ്ചായത്ത് രൂപീകരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ അവരുടെ സാമ്പത്തിക സ്ഥിതിയിലേക്ക് പറഞ്ഞു, അവരെന്തെല്ലാം പിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അവർക്ക് ആരാണ് സാമ്പത്തികമായിട്ടുള്ള ഇതെല്ലാം നൽകുന്നത് പറഞ്ഞത് സംസ്ഥാന നിയമസഭയാണ് എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഞ്ചായത്ത് രാജിന് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ആ 11ാം ഷെഡ്യൂൾ കൂടി നോക്കിയിട്ട് പോവാം. ആ 11ാം ഷെഡ്യൂളിൽ വരുന്ന 29 വിഷയങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത് വരുന്നതാണ് കൃഷി. പഞ്ചായത്തുകളുടെ പരിധിയിൽ വരുന്നതാണ്. ഒന്നാമത് വരുന്നതാണ് കൃഷി. രണ്ടാമത് ഭൂപരിഷ്കരണം നടപ്പിലാക്കൽ, മണ്ണ് സംരക്ഷണം എന്നിവ. 3 ചെറുകിട ജലസേചനം, നീർത്തട വികസനം. അതുപോലെ 4ാമത് മൃഗസംരക്ഷണം, പാലുൽപ്പന്നം, കോഴി വളർത്തൽ. 5ാമത് വരുന്നത് മത്സ്യബന്ധനം. 6 സാമൂഹിക വനസംരക്ഷണവും വാണിജ്യാടിസ്ഥാനത്തിലുള്ള വനവൽക്കരണവും. 7 ചെറിയ വനവിഭവങ്ങൾ. 8 ഭക്ഷ്യ സംസ്കരണ വ്യവസായങ്ങളിൽ അടങ്ങുന്ന ചെറുകിട വ്യവസായങ്ങൾ. 9 ഖാദി, ഗ്രാമ കുടിൽ വ്യവസായങ്ങൾ. 10 ഗ്രാമീണ പാർപ്പിട സൗകര്യം. 11 കുടിവെള്ളം. 12 ഇന്ധനവും കാലിത്തീറ്റയും. 13 റോഡുകൾ, കലുങ്കുകൾ, പാലങ്ങൾ, കടത്തുവള്ളങ്ങൾ, ജലമാർഗങ്ങൾ, മറ്റു ആശയവിനിമയ മാർഗങ്ങൾ തുടങ്ങിയവ. 14 വൈദ്യുതി വിതരണം ഉൾപ്പെടെയുള്ള ഗ്രാമീണ വൈദ്യുതീകരണം. 15 പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ. 16 ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി. 17 പ്രാഥമിക സെക്കൻഡറി സ്കൂളുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസം. 18 സാങ്കേതിക പരിശീലനവും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും. 19 മുതിർന്നവരുടെയും അനൗപചാരികവുമായ വിദ്യാഭ്യാസം. 20 ലൈബ്രറികൾ. 21 സാംസ്കാരിക പ്രവർത്തനങ്ങൾ. 22 വിപണികളും മേളകളും. 23 ആശുപത്രികളും പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളും ഡിസ്പെൻസറികളും ഉൾപ്പെടെയുള്ള ആരോഗ്യവും ശുചിത്വവും. 24 കുടുംബക്ഷേമം. 25 സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനം. 26 വികലാംഗരുടെയും ബുദ്ധിമാന്ദ്യമുള്ളവരുടെയും ക്ഷേമം ഉൾപ്പെടെയുള്ള സാമൂഹിക ക്ഷേമം. 27 പട്ടികജാതി പട്ടികവർഗക്കാരടങ്ങുന്ന ദുർബല വിഭാഗങ്ങളുടെ ക്ഷേമം. 28 പൊതുവിതരണ സംവിധാനം. 29 സാമൂഹികമായ ആസ്തികളുടെ പരിപാലനം. ഇവയൊക്കെയാണ് 11ാം ഷെഡ്യൂളിൽ പഞ്ചായത്തുകളുടെ പരിധിയിൽ വരുന്ന 29 വിഷയങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് എന്തിനെ കുറിച്ച് പറയാനുള്ളത്? പഞ്ചായത്ത് രാജിനെ കുറിച്ച് പറയാനുള്ളത് അല്ലേ. അപ്പോൾ ഒരുവിധ എല്ലാ കാര്യങ്ങളും പഞ്ചായത്ത് രാജിനെ കുറിച്ച്, പഞ്ചായത്തുകളെ കുറിച്ചിട്ട് നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് നമ്മൾ ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് എന്തെന്ന് പറയുന്നത്, മുനിസിപ്പാലിറ്റി എന്ന് പറയുന്ന ഒരു നഗരപ്രദേശത്തിൻ്റെ ഭരണം ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളിലൂടെ നടത്തപ്പെടുന്നതിനെയാണ് ഇന്ത്യയിലെ നഗര തദ്ദേശ ഭരണം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി ഏതെല്ലാമാണ് ഇന്ത്യയിലെ നഗര തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്? മുനിസിപ്പൽ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, നോട്ടിഫൈഡ് ഏരിയ കമ്മിറ്റി, ടൗൺ ഏരിയ കമ്മിറ്റി, കണ്ടോൺമെൻറ്റ് ബോർഡ്, ടൗൺഷിപ്പ്, പോർട്ട് ട്രസ്റ്റ്, പ്രത്യേക ഉദ്ദേശ ഏജൻസി തുടങ്ങി 8 തരത്തിലുള്ള നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് എവിടെയുള്ളത്? നമ്മുടെ ഇന്ത്യയിലുള്ളത്. നഗരഭരണ സംവിധാനത്തിന് ഭരണഘടനാ പദവി നൽകിയത് 1992 74ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞത് 73ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഇത് മുനിസിപ്പാലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ 74ാം ഭരണഘടനാ ഭേദഗതിയെ കുറിച്ചാണ് പറയുന്നത്. 1992 74ാം ഭരണഘടനാ ഭേദഗതി. നഗരങ്ങളെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ മുനിസിപ്പൽ കോർപ്പറേഷൻ സ്ഥാപിതമായത് എവിടെയാണ്? മദ്രാസിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മുനിസിപ്പൽ കോർപ്പറേഷൻ സ്ഥാപിതമായത് 1788 മദ്രാസിലാണ്. തുടർന്നാണ് 1726 ബോംബെയിലും കൽക്കട്ടയിലും മുനിസിപ്പൽ കോർപ്പറേഷനുകൾ സ്ഥാപിക്കപ്പെട്ടത്. തദ്ദേശ സ്വയംഭരണത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന എന്താണ്? ഈ 1882 റിപ്പൺ പ്രഭുവിന്റെ പ്രമേയത്തെയാണ് എന്തെന്ന് പറയുന്നത്? തദ്ദേശ സ്വയംഭരണത്തിന്റെ മാഗ്ന കാർട്ട എന്ന് പറയുന്നത്. ഇന്ത്യയിലെ പ്രാദേശിക സ്വയംഭരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭുവാണ്. ഇത് നമ്മൾ ഇന്നലെ
ടോപ്പിക്ക് തുടങ്ങിയ ഉടനെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണെന്നാണ് നമ്മൾ പറഞ്ഞത്? റിപ്പൺ പ്രഭു. അതുപോലെ ഇന്ത്യയിൽ പഞ്ചായത്ത് രാജുകളുടെ പിതാവ് ആരാണെന്നാണ് പറഞ്ഞത്? ബൽവത് റായ് മേത്തയാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. 1992 74-ാം ഭേദഗതി ഈ നിയമപ്രകാരം ഭരണഘടനയിലെ ആർട്ടിക്കിൾ 243 മുതൽ 243 സെറ്റ് ജി വരെയുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുന്നു. നമ്മൾ നേരത്തെ 243 മുതൽ പഞ്ചായത്ത് രാജ് 243 മുതൽ ഒ വരെ 243 ഒ വരെ എന്ന് പറഞ്ഞു അല്ലേ. അതിനുശേഷം പി മുതലാണ് എന്തിനെ കുറിച്ച് പറയുന്നത്? ഈ മുനിസിപ്പാലിറ്റികളെ കുറിച്ചെല്ലാം പറയുന്നത്. നമ്മൾ നേരത്തെ പഞ്ചായത്ത് രാജ് 9 ആണെന്ന് പറഞ്ഞു. ഇത് വരുന്നത് എത്രയാണോ? 9 എ എന്നുള്ള ഒരു പുതിയ ഭാഗം കൂടി എന്തിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ടു? ഈ 74-ാം ഭേദഗതി നിയമത്തിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ടു. നമുക്ക് രണ്ടിനെയും കൂടെ കമ്പയർ ചെയ്ത് നോക്കാം അല്ലേ. അത് വന്നത് എപ്പോഴായിരുന്നു? 1992 തന്നെയാണ്. രണ്ടും വന്നത് 1992-ലാണ്. അത് 73-ാം ഭേദഗതിയാണ്. പഞ്ചായത്ത് രാജ് മുനിസിപ്പാലിറ്റി വരുന്നത് 74-ാം ഭേദഗതിയാണ്. അത് 243 മുതൽ 243 ഒ വരെയാണെന്ന് നമ്മൾ പറഞ്ഞു. മുനിസിപ്പാലിറ്റി എങ്ങനെയാണ്? 243 പി മുതൽ 243 സെറ്റ് ജി വരെയാണ് എന്ന് പറഞ്ഞു. അതിൽ 9 എന്നുള്ള പുതിയ ഭാഗം കൂടി ചേർത്തു എന്ന് പറഞ്ഞു. ഇവിടെ എങ്ങനെയാണ്? 9 എ എന്ന പുതിയ ഭാഗമാണ് കൂട്ടിച്ചേർത്തത്. അവിടെ ഒരു 11-ാം ഷെഡ്യൂൾ നമ്മൾ കൂട്ടിച്ചേർത്തു എന്ന് പറഞ്ഞു. ഇവിടെ ഒരു 12-ാം ഷെഡ്യൂളാണ് പുതുതായി കൂട്ടിച്ചേർക്കപ്പെട്ടത്. അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഈ നിയമപ്രകാരം നഗര ഗവൺമെൻറ്റുകൾ പുനരുജ്ജീവിപ്പിക്കുകയും ശാക്തീകരിക്കപ്പെടുകയും ചെയ്യുന്ന വഴി പ്രാദേശിക സർക്കാരിൻ്റെ ഫലപ്രദമായ യൂണിറ്റുകളായി പ്രവർത്തിക്കാൻ അവയ്ക്ക് സാധിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത് ഈ 74-ാം ഭേദഗതിയിലൂടെ. ഇനി സവിശേഷതകൾ എങ്ങനെയാണ്? 3 തരം മുനിസിപ്പാലിറ്റികളാണുള്ളത്. ഓരോ സംസ്ഥാനത്തും 3 തരം മുനിസിപ്പാലിറ്റികളുടെ രൂപീകരണത്തിനായി ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. 1 പരിവർത്തന വിധേയമായ മേഖലകൾക്കായുള്ള നഗരപഞ്ചായത്ത്, ഒരു ചെറിയ നഗരപ്രദേശത്തെ പ്രതിനിധീകരിക്കുന്ന മുനിസിപ്പൽ കൗൺസിൽ, 3 ഒരു വലിയ നഗരപ്രദേശത്തിനായുള്ള മുനിസിപ്പൽ കോർപ്പറേഷൻ. അപ്പോൾ നഗരപഞ്ചായത്ത് ഒരു പരിവർത്തന വിധേയമായ മേഖലകൾക്കായിട്ടുള്ള ഒരു ചെറിയ നഗരപഞ്ചായത്ത്. രണ്ടാമത് തിരികൂടി ഒരു ചെറിയ നഗരപ്രദേശത്തെ പ്രതിനിധീകരിക്കുന്ന മുനിസിപ്പൽ കൗൺസിൽ. പിന്നെ മൂന്നാമത് വരുമ്പോൾ ഒരു വലിയ നഗരപ്രദേശത്തിന് വേണ്ടിയുള്ള മുനിസിപ്പൽ കോർപ്പറേഷൻ എന്നിവയാണ് പറയുന്നത്. ഈ ഗവർണർ എങ്ങനെയാണ് ഒരു ഏരിയയെ, ഒരു പ്രദേശത്തെ ട്രാൻസിഷണൽ ഏരിയ, ഒരു ചെറിയ നഗരപ്രദേശം അല്ലെങ്കിൽ ഒരു വലിയ നഗരപ്രദേശം എങ്ങനെ തരംതിരിക്കുന്നുണ്ടാവുക എന്ന് ചോദിച്ചാൽ ജനസംഖ്യ, ആ പ്രദേശത്തുള്ള ജനസംഖ്യ, ജനസാന്ദ്രത, അതുപോലെ പ്രാദേശിക ഭരണത്തിന് വേണ്ടിയുള്ള വരുമാനം, കാർഷികേതര തൊഴിലിൻ്റെ ശതമാനം, സാമ്പത്തിക പ്രാധാന്യം, അതുപോലെ ഗവർണർ അനുയോജ്യമെന്ന് കരുതുന്ന മറ്റ് ഘടകങ്ങളൊക്കെ കണക്കിലെടുത്തിട്ടാണ് ഗവർണർ എന്ത് ചെയ്യുന്നത്? ഈ ട്രാൻസിഷണൽ ഏരിയ അല്ലെങ്കിൽ ഒരു ചെറിയ നഗരപ്രദേശം അല്ലെങ്കിൽ ഒരു വലിയ നഗരപ്രദേശം എന്നിങ്ങനെ തരംതിരിക്കുന്നത്. അപ്പോൾ ഈ മുനിസിപ്പാലിറ്റിയിലേക്കും എന്താ ചെയ്യുന്നത്? എല്ലാ അംഗങ്ങളെയും മുനിസിപ്പൽ പ്രദേശങ്ങളിലെ ജനങ്ങൾ നേരിട്ട് തന്നെയാണ് തിരഞ്ഞെടുക്കുന്നതിന്. അതിന് വേണ്ടിയിട്ട് ഓരോ മുനിസിപ്പൽ പ്രദേശത്തിനെയും വാർഡുകളായിട്ട് അവരെന്ത് ചെയ്യും? വിഭജിക്കാറുണ്ട്. ഈ മുനിസിപ്പാലിറ്റിയുടെ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്ന രീതി സംസ്ഥാന നിയമസഭയ്ക്ക് തീരുമാനിക്കാവുന്നതാണ്. ഇനി ഈ സീറ്റുകളൊക്കെ സംവരണം ചെയ്യുന്നതോ? പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്ക് അവരുടെ ജനസംഖ്യാനുപാതമായി സീറ്റുകൾ സംവരണം ചെയ്തിട്ടുണ്ടാവും. നേരത്തെ പറഞ്ഞതിന് നമ്മൾ പറഞ്ഞ SC/ST-കാരുടെ കാര്യം പറഞ്ഞു. SC/ST-കാർക്ക് സീറ്റുകൾ സംവരണം ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ സ്ത്രീകൾക്ക് നേരത്തെ നമ്മൾ എന്താ പറഞ്ഞു? 3-1 കുറയാത്ത സീറ്റുകൾ സംവരണം ചെയ്യണം എന്ന് പറഞ്ഞു. ഇവിടെയും പട്ടികവർഗ, പട്ടികജാതി, പട്ടികവർഗ വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്യപ്പെട്ട സീറ്റുകളിൽ ആ വിഭാഗത്തിൽ തന്നെ സ്ത്രീകൾ ഉൾപ്പെടെ സ്ത്രീകൾക്കായി മൊത്തം സീറ്റുകളുടെ 3-1 കുറയാത്ത സംവരണം ഏർപ്പെടുത്തണം. അപ്പം അതും സെയിം ആണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക്, സ്ത്രീകൾ എന്നിവർക്കായി അധ്യക്ഷ സ്ഥാനത്ത് സംവരണം സംസ്ഥാന നിയമസഭകൾ തീരുമാനിക്കുന്നത് പ്രകാരമായിരിക്കും. ഇനി ഈ മുനിസിപ്പാലിറ്റിയുടെ എല്ലാം കാലാവധി എത്രയായിരിക്കുക? നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 5 വർഷം തന്നെയാണ് ഇവരുടെ കാലാവധി എന്ന് പറയുന്നത്. അതിന് മുൻപായിട്ട് ഇവരെ പിരിച്ചുവിടാവുന്നതാണ്. അതിന് പിരിച്ചുവിട്ട് എന്ന് പറഞ്ഞാൽ 6 മാസത്തെ കാലയളവിന് മുൻപ് എന്ത് ചെയ്യും? വീണ്ടും ഇലക്ഷൻ നടത്തിയിട്ട്, പുതിയ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് പുതിയ ഭരണത്തെ ഏർപ്പെടുത്തും. ഇപ്പം അവർ തന്നെയാണ്, പിരിച്ചുവിട്ടവർ തന്നെയാണ് വീണ്ടും അധികാരത്തിൽ തുടരുന്നതെങ്കിൽ
ശേഷിക്കുന്ന കാലയളവ് 6 മാസത്തിൽ കുറവാണ് പറഞ്ഞാൽ അത്ര കാലയളവിലേക്ക് പുതിയ മുനിസിപ്പാലിറ്റി രൂപീകരിക്കുന്നതിന് ഒരു തെരഞ്ഞെടുപ്പ് നടത്തേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. പിന്നെ അവരെ അയോഗ്യനാക്കുന്ന കാര്യമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. പിന്നെ ഇവരെ തെരഞ്ഞെടുപ്പ്, ഈ വോട്ടർ പട്ടിക തയ്യാറാക്കൽ, മുനിസിപ്പാലിറ്റികളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ നടത്തിപ്പ്, മേൽനോട്ട നിയന്ത്രണം എന്നിവയെല്ലാം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. ഈ കമ്മീഷണറെ നിയമിക്കുന്ന ആര് തന്നെയാണ്? ഗവർണർ തന്നെയാണ് നിയമിക്കുന്നത്. ഇവരുടെ അധികാരങ്ങളും പ്രവർത്തനങ്ങളൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം ആർക്കാണുള്ളത്? സംസ്ഥാന നിയമനിർമ്മാണ സഭയ്ക്കാണുള്ളത്. അതുപോലെ സാമ്പത്തിക കാര്യമായിട്ടും നികുതി, തീരുവ, ടോളുകൾ ഇവരെല്ലാം പിരിക്കുന്നതിന് എല്ലാത്തിനും വ്യവസ്ഥ ചെയ്യുന്നത് ആരെന്നെയായിരിക്കുക? സംസ്ഥാന നിയമസഭ തന്നെയായിരിക്കുക. ഇവരുടെ സംസ്ഥാന നിയമസഭ തന്നെയാണ് ഇവരുടെ സാമ്പത്തിക സ്ഥിതികൾ അവലോകനം ചെയ്യുന്നതുമെല്ലാം ആര് തന്നെയായിരിക്കും? സംസ്ഥാന നിയമസഭ തന്നെയായിരിക്കും. പഞ്ചായത്തുകളുടെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്യുന്നതിനായി ഓരോ 5 വർഷത്തിനും സംസ്ഥാന ഗവർണർ നിയമിക്കുന്ന ധനകാര്യ കമ്മീഷൻ മുനിസിപ്പാലിറ്റിയുടെയും സാമ്പത്തിക സ്ഥിതികൾ അവലോകനം ചെയ്യുന്നതാണ്. നേരത്തെ തന്നെ നമ്മൾ ധനകാര്യ കമ്മീഷനെ കുറിച്ച് പറഞ്ഞു അല്ലേ? ആരാണ് നിയമിക്കുന്നതെന്നാണ് പറഞ്ഞത്? സംസ്ഥാന ഗവർണർ നിയമിക്കുന്നത്. അവർ തന്നെ എന്ത് ചെയ്യും? മുനിസിപ്പാലിറ്റികളുടെയും സാമ്പത്തിക സ്ഥിതികൾ അവലോകനം ചെയ്യും. പിന്നെ അവരുടെ അക്കൗണ്ട് ഓഡിറ്റിങ്, മുനിസിപ്പാലിറ്റികളുടെ അക്കൗണ്ടുകളുടെ പരിപാലനവും അവയ്ക്ക് ഓഡിറ്റിംഗ് സംബന്ധിച്ചും സംസ്ഥാന നിയമസഭയ്ക്ക് വ്യവസ്ഥകൾ ഉണ്ടാക്കാവുന്നതാണ്. ഇനിയിപ്പോൾ 12ാം ഷെഡ്യൂൾ, നമ്മൾ നേരത്തെ 11ാം ഷെഡ്യൂളിനെ കുറിച്ച് പറഞ്ഞു. ഈ 12ാം ഷെഡ്യൂളിൽ എന്തൊക്കെ വരും? നേരത്തെ പറഞ്ഞതൊക്കെ ഗ്രാമവുമായി ബന്ധപ്പെട്ടിട്ടാണ് അല്ലേ? പഞ്ചായത്ത് വരുമ്പോൾ, അപ്പോൾ ഇത് നമ്മൾ നഗരവുമായി ബന്ധപ്പെട്ടിട്ടാണ് വരുന്നത്. അപ്പോൾ എന്ത് വരും? ഫസ്റ്റ് നഗരാസൂത്രണം, പിന്നെ ഭൂവിനിയോഗം, കെട്ടിടങ്ങളുടെ നിർമ്മാണം എന്നിവയുടെ നിയന്ത്രണം, സാമ്പത്തികവും സാമൂഹികവുമായ വികസനത്തിനുള്ള ആസൂത്രണം, ഇവയെല്ലാം 12ാം ഷെഡ്യൂളിൽ വരുന്നതാണ്. റോഡുകളും പാലങ്ങളും, ഗാർഹിക വ്യാവസായിക വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള ജലവിതരണം, പൊതുജനാരോഗ്യവും ശുചിത്വവും, കരമാലിന്യ സംസ്കരണവും, അഗ്നിശമന സേവനങ്ങൾ, നഗരവനവൽക്കരണവും പരിസ്ഥിതി സംരക്ഷണവും, വികലാംഗർ, ബുദ്ധിമാന്ദ്യമുള്ളവർ എന്നിവരടങ്ങുന്ന സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക, ചേരി നവീകരണവും മെച്ചപ്പെടുത്തലും, നഗരദാരിദ്ര്യവും നിർമ്മാർജ്ജനവും, പാർക്കുകൾ, പൂന്തോട്ടങ്ങൾ, കളിസ്ഥലങ്ങൾ തുടങ്ങിയ നാഗരിക സൗകര്യങ്ങൾ ലഭ്യമാക്കുക, സാംസ്കാരികവും വിദ്യാഭ്യാസപരവും സൗന്ദര്യാത്മകവുമായ വശങ്ങളുടെ ഉന്നമനം, ശ്മശാനങ്ങളും ഇലക്ട്രിക് ചുടലകളും, മൃഗങ്ങളോടുള്ള ക്രൂരത തടയൽ, ജനനമരണ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള സുപ്രധാന സ്ഥിതിവിവര കണക്കുകൾ, തെരുവ് വിളക്ക്, പാർക്കിംഗ് സൗകര്യം, ബസ് സ്റ്റോപ്പ്, പൊതുസൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള പൊതുസൗകര്യങ്ങൾ, അറവുശാലകളും തുകൽ നിർമ്മാണശാലകളുടെ നിയന്ത്രണം എന്നിവയെല്ലാം ഏതിൽ വരുന്നതാണ്? ഈ 12ാം ഷെഡ്യൂളിൽ വരുന്നതാണ്. നേരത്തെ 11ാം ഷെഡ്യൂളിൽ 29 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞ അതുപോലെ 12ാം ഷെഡ്യൂളിൽ വരുന്നതാണ് ഇവയെല്ലാം. അപ്പോൾ പഞ്ചായത്ത് രാജിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ബൽവത് റായ് മെഹ്ത കമ്മിറ്റിയാണ്. നമ്മളപ്പോൾ പഞ്ചായത്ത് രാജിനെ കുറിച്ചല്ല പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. പഞ്ചായത്ത് രാജ് പിതാവ് എന്നറിയപ്പെടുന്ന ബൽവത് റായ് മെഹ്തയാണ്. പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായി കൊണ്ടുവന്നത് ജവഹർലാൽ നെഹ്റുവാണ്. ഗ്രാമസ്വരാജ് എന്ന പദം ആദ്യമായി കൊണ്ടുവന്നത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. ജനകീയാസൂത്രണം എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? MN റോയ് ആണ്. ഇന്ത്യയിലെ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് ആരാണ്? റിപ്പൺ പ്രഭുവാണ്. ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് ദിനം എന്ന് പറയുന്നത് ഏപ്രിൽ 24 അത് എന്ന് മുതലാണ് ആചരിക്കാൻ തുടങ്ങിയത്? 2010 ഏപ്രിൽ 24 മുതലാണ് ഇങ്ങനെ പ്രഖ്യാപിച്ചതാരാണ്? പഞ്ചായത്ത് രാജ് ദിനമായി ആചരിക്കാൻ പ്രഖ്യാപിച്ചത് മൻമോഹൻ സിംഗ് ആയിരുന്നു. പഞ്ചായത്ത് രാജ് മന്ത്രാലയം നിലവിൽ വന്നത് 2004 മെയ് 27 ആദ്യ മന്ത്രി മണിശങ്കർ അയ്യരാണ്. പിന്നെ പഞ്ചായത്ത് രാജ് ബാധകമല്ലാത്ത കേന്ദ്രഭരണ പ്രദേശമാണ് ഡൽഹി എന്ന് പറയുന്നത്. ഇനി കേരളത്തിലെ പഞ്ചായത്ത് രാജ് ആക്ട് പാസ്സാക്കിയപ്പോഴാണ്? 1960 കേരള പഞ്ചായത്ത് രാജ് ആക്ട് പാസ്സാക്കിയത്. കേരള പഞ്ചായത്ത് ആക്ട് നിലവിൽ വന്നത് 1962 ജനുവരി 1 പഞ്ചായത്ത് രാജ് നിയമം കേരളത്തിൽ നിലവിൽ വന്നത് 1994 ഏപ്രിൽ 23 കേരള സംസ്ഥാന പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത് 1995 ഒക്ടോബർ 2 കേരള പഞ്ചായത്ത് ആക്ട് 1960 പ്രകാരം തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതികൾ അധികാരമേറ്റത് 1964 ജനുവരി 1 വാർഡ് വിഭജനം, സംവരണം, നിർണയം തുടങ്ങിയ അധികാരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകപ്പെട്ടത് 2000 പഞ്ചായത്ത് രാജ് നിയമ ഭേദഗതി പ്രകാരമാണ്. പഞ്ചായത്ത് രാജിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? ഗ്രാമസഭയാണ് പഞ്ചായത്ത് രാജിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ പഞ്ചായത്ത് രാജ് സ്ഥാപിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. 1959 ഒക്ടോബർ 2 നാഗോർ ജില്ലയിലെ പ്രധാനമന്ത്രി 1959 ഒക്ടോബർ 2 നാഗോർ ജില്ലയിൽ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്.
അപ്പോൾ ആ സമയത്ത് രാജസ്ഥാൻ മുഖ്യമന്ത്രിയായിരുന്ന മോഹൻലാൽ സുഗാദി ആയിരുന്നു. പിന്നെ രാജസ്ഥാന് പിന്നിൽ 1959 തന്നെ ആന്ധ്രാപ്രദേശിലും എന്ത് വന്നു, പഞ്ചായത്ത് രാജ് പ്രാബല്യത്തിൽ വന്നു. 1960കളുടെ മധ്യത്തോടെ മിക്ക സംസ്ഥാനങ്ങളും പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ രൂപീകരിച്ചു. പക്ഷെ അവയുടെ ഘടനയിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. രാജസ്ഥാനിൽ ത്രിതല സംവിധാനമാണെന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയായിരുന്നു, ദ്വിതല സംവിധാനമായിരുന്നു. എന്നാൽ പശ്ചിമ ബംഗാളിൽ 4 തല സംവിധാനമായിരുന്നു. അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് പഞ്ചായത്ത് രാജിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അതിൽ മുനിസിപ്പാലിറ്റിനെ കുറിച്ചിട്ടുമാണ്. ഈ ടോപ്പിക് എന്ന് പറയുന്നത് അത്യാവശ്യം വളരെ വലുതാണ്. എന്നാലും 73, 74 ഭേദഗതികൾ ഇമ്പോർട്ടൻ്റ് ആണ്. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ആർട്ടിക്കിൾ എന്നിവയെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ചോദിച്ചിട്ടുള്ള ടോപ്പിക്കുകളാണ് ഇവയെന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണ് പറഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ, ബൈ.